നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. പുതിയ പുതിയ ഫീച്ചറുകൾ വാട്സപ്പ് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിൽ പലതും നമ്മളിൽ പലരും അറിയുന്നുമില്ല. അതുകൊണ്ട് തന്നെയും നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വാട്സപ്പ് അടുത്തിടെ പുറത്തിറക്കിയിരിക്കുന്ന ചില പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയെന്നാണ്. ഇതുവരെ വാട്സപ്പിൽ നിന്നും അറ്റാച്ച് ചെയ്യാവുന്ന ഫയലുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, PDF ഫയലുകൾ തുടങ്ങിയ വളരെ കുറച്ച് ഫയൽ ടൈപ്പുകൾ മാത്രമായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഇനി മൊബൈലിലുള്ള ഒട്ടുമിക്ക ഫയലുകളും നമുക്ക് അറ്റാച്ച് ചെയ്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നേരത്തെ നമ്മുടെ മൊബൈലിലെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള APK ഫയലുകളൊന്നും വാട്സപ്പ് വഴി അയക്കാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ 100 MB വരെയുള്ള ഇത്തരം ഫയലുകൾ അറ്റാച്ച് ചെയ്ത് അയക്കാനാകും. വാട്സപ്പിൽ അടുത്തിടെ വന്ന മറ്റൊരു പുതിയ ഫീച്ചറാണ് ആൽബം ഫീച്ചർ. നേരത്തെ നമ്മൾ ഒന്നിലധികം ചിത്രങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവ ഒന്നിന് താഴെ ഒന്നായി മാത്രമാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരവധി ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അയച്ചാൽ അവ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ ആൽബം ആയിട്ടാണ് ഇപ്പോൾ അയക്കപ്പെടുന്നത്. അത്തരം ആൽബങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ അവയ്ക്കുള്ളിലെ ചിത്രങ്ങൾ ഓരോന്നായി കാണാനാകും. ഇത്തരത്തിൽ ആൽബം ലഭിക്കുന്ന ആൾക്ക് അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനും ഇപ്പോൾ പണ്ടത്തെക്കാളും എളുപ്പവുമാണ്. മറ്റൊരു പുതിയ ഫീച്ചറാണ് സ്പാം റിപ്പോർട്ടിംഗ്. വാട്സപ്പിലെ കോൺടാക്റ്റുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഇത്തരത്തിൽ സ്പാമായി റിപ്പോർട്ട് ചെയ്യാം. നിരവധി പേർ ഇത്തരത്തിൽ ഒരേ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ റിപ്പോർട്ട് ചെയ്താൽ അത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ വാട്സപ്പിൽ നിന്ന് തന്നെ സ്ഥിരമായി ഒഴിവാക്കപ്പെടാം. അതുപോലെ വാട്സപ്പ് അടുത്തിടെ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്യുക എന്നത്. ഇതിനായി നമ്മൾ മറ്റൊരാൾക്ക് അയക്കാനുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്ത ശേഷം അവ സെലക്ട് ചെയ്യുമ്പോൾ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അക്ഷരങ്ങളെ ബോൾഡ്, ഇറ്റാലിക്, സ്ട്രൈക്ക് ത്രൂ തുടങ്ങിയവ ആക്കാം. കൂടാതെ ഫോണ്ട് വേണമെങ്കിലും ഇത്തരത്തിൽ മാറ്റാനാകും. വാട്സപ്പ് അടുത്തിടെ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ചാറ്റുകളെ മറ്റ് ചാറ്റുകൾക്കിടയിൽ നിന്ന് മാറ്റി ഏറ്റവും മുകളിലായി പിൻ ചെയ്ത് വയ്ക്കാം എന്നത്. ഇത്തരത്തിൽ പരമാവധി 3 പേരുടെ ചാറ്റുകളാണ് പിൻ ചെയ്യാനാവുക. മറ്റൊരു പുതിയ ഫീച്ചറാണ് സ്റ്റാർ ചാറ്റ്. നമുക്ക് വരുന്ന നിരവധി വാട്സപ്പ് മെസ്സേജുകൾക്കിടയിൽ ചില ഫോട്ടോയോ മെസ്സേജോ ഒക്കെ ചിലപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടവയായിരിക്കും. അത്തരം മെസ്സേജുകൾ നമുക്ക് പിന്നീട് കണ്ടെത്താനും ഓപ്പൺ ചെയ്യാനുമുള്ള എളുപ്പത്തിനായി അവയെ നമുക്ക് സ്റ്റാർ മാർക്ക് ചെയ്തു വയ്ക്കാം. ഇതിനായി അത്തരം മെസ്സേജുകളിൽ ലോങ് പ്രസ് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സ്റ്റാർ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നീട് ഇത്തരത്തിൽ സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്ന മെസ്സേജുകളെല്ലാം ഒരൊറ്റ വിൻഡോയിലൂടെ കാണാൻ സാധിക്കും. ഇതിനായി സെറ്റിംഗ്സിൽ സ്റ്റാർട്ട് മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ നാം തിരക്കിലാണെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ മറുപടി നൽകാൻ സാധിച്ചെന്ന് വരില്ല. പിന്നീട് ചിലപ്പോൾ അക്കാര്യം നമ്മൾ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇത് ഒഴിവാക്കാനായി നമുക്ക് അത്തരം മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാനായി മാർക്ക് ആസ് അൺറീഡ് എന്ന വാട്സപ്പ് ഫീച്ചർ ഉപയോഗിക്കാൻ കഴിയും.
ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ വാട്സപ്പിൻ്റെ പല പുതിയ ഫീച്ചറുകളും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബീറ്റ വെർഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണും. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.